ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ ഇനിയും ഉണ്ട്. സാധാരണഗതിയിൽ ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ജനുവരി 15 വരെ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ജനുവരി 15 വരെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ചെയ്യാത്തത് കൊണ്ട് എന്തൊക്കെയാണ് നഷ്ടം വരിക എന്ന് ഞാൻ പറയാം. TDS ആയിട്ടും TCS ആയിട്ടും പല ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്നും പൈസ ഇൻകം ടാക്സിൽ അടച്ചിട്ടുണ്ടാവും. ബാങ്ക് ഇൻട്രസ്റ്റിൻ്റെ രൂപത്തിൽ മറ്റ് ഇടപാടുകൾ നടത്തിയതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് TDSും TCSും സർക്കാരിൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ടാവും. അത് റീഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ജനുവരി 15 മുമ്പെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്തേ പറ്റൂ. ആ 15 തീയതിക്കുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ തുക ഒരിക്കലും സർക്കാർ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, തിരിച്ചു തരില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് വെച്ചാൽ പോലും ആ ഓപ്ഷൻ അവൈലബിൾ അല്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. പക്ഷേ അതിന് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് സർക്കാരിന് പിന്നെയും പൈസ കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ TDS ആയിട്ടും TCS ആയിട്ടും ഒക്കെ പൈസ പിടിച്ചിട്ടുള്ള മിനിമം വരുമാനമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ടാക്സ് അടക്കാനൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജനുവരി 15 മുമ്പ് ഈ റിട്ടേൺ ഫയൽ ചെയ്ത് ഇടപാടുകൾ തീർക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് ബാങ്ക് ഇടപാട് നടത്തിയ ആൾക്കാർ റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ ഇടപാടൊക്കെ ഓൾറെഡി ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ റിട്ടേൺ സമയത്തിന് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിൽ നിന്ന് തന്നെ കുറയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ മറക്കണ്ട, ഡിപ്പാർട്ട്മെൻറ്റ് ഏതായാലും ഒരു 15 ദിവസം കൂടി നീട്ടി തന്നിട്ടുണ്ട്. ജനുവരി 15 മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റിൽ ബന്ധപ്പെടുക.